തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്ക് നടന്ന പ്രത്യേക ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായി പോയെങ്കിലും തങ്ങൾ നേടിയത് അതിഭയങ്കരമായ വോട്ട് വർധനയാണ് എന്നുള്ള തരത്തിൽ BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിൽ പോലും BJPയുടെ അതിശക്തമായ കടന്നുകയറ്റം സാധ്യമായിരിക്കുന്നു. ഇനി ഇടതിനും വലതിനും ഒന്നും കേരളത്തിൽ രക്ഷയില്ല, വിഴിഞ്ഞം നൽകുന്ന സൂചന അതാണ് എന്നുള്ള തരത്തിലൊക്കെ വ്യാപകമായ പ്രചരണം നടക്കുന്നത് കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ബൂത്ത് കണക്ക് നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചു. വിഴിഞ്ഞം ഇത്തവണ ആകെ സ്വഭാവം മാറിയ, രൂപം മാറിയ ഒരു വാർഡായിരുന്നു. വിഴിഞ്ഞത്ത് കഴിഞ്ഞ തവണ ചില 6 ബൂത്തുകളിലായി 6000 വോട്ടർമാരുണ്ടായിരുന്നു. ഇക്കുറി അത് 10 ബൂത്തുകളായി ഉയർന്നു, 13,000-ഓളം വോട്ടർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം വാർഡിൽ 3800 വോട്ടുകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇക്കുറി അത് 8912 വോട്ടുകളായി മാറി. അതായത് കണക്കറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 5100 വോട്ടുകളുടെ പോളിങ്ങിൽ തന്നെയുള്ള വർധന. ഇപ്പോൾ 3890 നിന്ന് 8912 പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഉയരുന്നു. 6000 നിന്ന് 13000 വാർഡിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഉയരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ BJPക്ക് അവിടെ ഉണ്ടായ മാറ്റം, അതായത് 313 വോട്ടിൽ നിന്ന് BJP 2437 വോട്ട് പിടിക്കുന്ന സാഹചര്യം, ശരിക്കും പറഞ്ഞാൽ ഒരു 750% വർധന വോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ വാർഡിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 313 2437. ഇതുമാത്രമാണ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം വാർഡിലെ 10 ബൂത്തുകളിലെയും ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് കണക്ക് പരിശോധിക്കണം. അത് പരിശോധിച്ച് നോക്കൂ. പഴയ വിഴിഞ്ഞം വാർഡ്, അതായത് 6 ബൂത്തുകളുള്ള പഴയ വിഴിഞ്ഞം വാർഡ്, ആ വിഴിഞ്ഞം വാർഡിൽ BJP സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 502 മാത്രമാണ്. കഴിഞ്ഞ തവണ 313 വോട്ട് നേടിയെടുത്ത് ഇപ്പോൾ 502 വോട്ട് നേടി. ഈ BJP ഇതേ പഴയ വിഴിഞ്ഞം വാർഡിൽ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ 500-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അവിടെ ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ പഴയ വിഴിഞ്ഞം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള തീരദേശ മേഖല ഉൾപ്പെടുന്ന പഴയ വിഴിഞ്ഞത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വോട്ട് കണക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, BJPക്ക് 1-ാം ബൂത്തിൽ കിട്ടിയത് 53 വോട്ട് മാത്രമാണ്. അവിടെ LDFന് 311, UDFന് 320 വോട്ട് കിട്ടി. 2-ാമത്തെ ബൂത്തിൽ പഴയ വിഴിഞ്ഞത്തിലുള്ളതാണത് 21 വോട്ട് മാത്രമാണ് BJPക്ക്. 3-ാമത്തേതിൽ വെറും 25 വോട്ട്, 4-ാമത്തേതിൽ 74 വോട്ട്. പിന്നെ പഴയ വിഴിഞ്ഞത്തിൽ BJPക്ക് ഒരല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു മേഖല, അത് 5-ാം നമ്പർ ബൂത്തായിരുന്നു. അവിടെ 311 വോട്ട് നേടി 1-ാമതെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. 10-ാം നമ്പർ ബൂത്ത്, അവിടെ 18 വോട്ട് മാത്രമാണ് നേടിയത്. ഇത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ പാറ്റേണിന് സമമാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഈ 6 മുതൽ 9 വരെയുള്ള ബൂത്തുകൾ, ആ ബൂത്തുകൾ ഈ വിഴിഞ്ഞത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇക്കുറി. അതാണ് CPMൻ്റെ ഒരു ആന മണ്ടത്തരം ഈ വാർഡ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത്. പഴയ വെങ്ങാനൂർ ഡിവിഷനിൽ നിന്ന്, വെങ്ങാനൂർ BJP 2015 ജയിച്ച ഇടമാണ്. കഴിഞ്ഞ തവണ അവർ അവിടെ പരാജയപ്പെട്ടു. ഇക്കുറി അത് UDF പിടിച്ചെടുത്തു. എങ്കിലും BJP തന്നെയാണ് ഈ 2 തവണയും 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. BJP ജയിച്ച സമയത്ത് 2000-നടുത്ത് മൊത്തം വോട്ട് വാങ്ങി ജയിച്ച സ്ഥലമാണ്. ആ വെങ്ങാനൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, കഴിഞ്ഞ തവണ 5400 വോട്ട് പോൾ ചെയ്ത സ്ഥലത്ത് ഇത്തവണ 3300 വോട്ട് മാത്രമാണ് പോൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ മൊത്തം വോട്ടർമാരുടെ എണ്ണത്തിൽ ഒരു 3000-ഓളം വോട്ടിൻ്റെ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ വെട്ടിമാറ്റിയ ഇടം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ വിഴിഞ്ഞത്തോടാണ്. അതായത് 6000 വോട്ടുണ്ടായിരുന്ന വിഴിഞ്ഞത്തെ 13000-ലധികം വോട്ടുള്ള ഒരു വാർഡാക്കി മാറ്റി ഇടതുമുന്നണി നടത്തിക്കൊടുത്ത സേവനം കൊണ്ട് BJPക്കുണ്ടായ ഗുണം, വെങ്ങാനൂരിലെ BJP സ്വാധീനമുള്ള മേഖല, വെങ്ങാനൂർ നേരത്തെ പഞ്ചായത്തായിരുന്നപ്പോഴേ BJP വളർച്ച ഉണ്ടാക്കിയ ഒരിടമാണ്. അപ്പോൾ BJPക്ക് സ്വാധീനമുള്ള ആ ഹിന്ദു ഭൂരിപക്ഷ മേഖല മുഴുവനായി വിഴിഞ്ഞത്തേക്ക് വെട്ടിയിട്ട് കൊടുത്തു. ആ വെട്ടിയിട്ട് കൊടുത്തപ്പോൾ സ്വാഭാവികമായി അവിടങ്ങളിൽ നിന്ന് BJPക്ക് വോട്ട് ഉയർത്താൻ സാധിച്ചു. ആ ബൂത്തുകളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. കാരണം 6-ാം നമ്പർ ബൂത്തിൽ BJP നേടിയത് 309, 7-ാം നമ്പറിൽ 510, അവിടെ 1045 വോട്ട് പോൾ ചെയ്തപ്പോൾ അത് 510 വോട്ട് അവർക്ക് നേടാനായി.
536 വോട്ട് 8ാം നമ്പർ ബൂത്തിൽ നേടാനായി. അവിടെ 1021 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. 9ാം നമ്പർ ബൂത്തിൽ 582 വോട്ട് പോൾ നേടാനായി. അവിടെ 1086 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. അപ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ 500-ന് മുകളിൽ വോട്ട്, 1000-ൽ 500-ന് മുകളിൽ വോട്ട് അവർക്ക് പിടിക്കാനായി. മറ്റുള്ള 2 പേർക്കുമായി ബാക്കിയുള്ള 500 വോട്ട് വീതിച്ചു പോകുന്ന സ്ഥിതിവിശേഷം. ഇത് വെങ്ങാനൂർ മേഖലയിൽ, അതായത് ഈ ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്ന മേഖലയിൽ നേരത്തെയും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അത് അതേപടി സംഭവിച്ചു. അതായത് നമ്മൾ ചുരുക്കത്തിൽ ഈ പറയുന്ന വിഴിഞ്ഞം വാർഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വാർഡുകളിൽ കഴിഞ്ഞ തവണ, ആ ബൂത്തുകളിൽ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ വോട്ടും വിഴിഞ്ഞത്ത് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ വോട്ടും കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. നേരിയ 10-60 വോട്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ബി ജെ പിക്ക് ഈ മൊത്തത്തിൽ ഈ 10 ബൂത്തുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 10 ബൂത്തുകളുടെയും സ്റ്റാറ്റസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് അതിഭീകരമായ വർധനയൊന്നും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. വിഴിഞ്ഞം വാർഡ് എന്നുള്ള ഒരു ആകെ തുക എടുക്കുമ്പോൾ അയ്യോ 300-ൽ നിന്ന് 2400 ആയല്ലോ, അതൊരു ഭയങ്കര സംഭവമാണല്ലോ എന്ന് നമ്മൾ പറയുമെങ്കിലും, നമുക്ക് പറയാമെങ്കിലും, നമുക്ക് അവകാശപ്പെടാമെങ്കിലും, ന്യൂനപക്ഷ മേഖലയിൽ ബി ജെ പിക്കുണ്ടായ അതിസുന്ദരമായ കുതിച്ചുകയറ്റമാണ് വിഴിഞ്ഞത്ത് സാധ്യമായത് എന്ന് പറയാമെങ്കിലും അങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ വിഴിഞ്ഞത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട മേഖലകൾ, ആ ബൂത്തുകൾ, അവിടെയൊക്കെ ബി ജെ പി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി വെങ്ങാനൂർ വാർഡിൻ്റെയും മുല്ലൂർ വാർഡിൻ്റെയും കോട്ടപ്പുറം വാർഡിൻ്റെയും ഒക്കെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ പരിശോധിച്ചാൽ അതിൽ ഒരു വലിയ വർധനയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ബി ജെ പിക്ക് കിട്ടാനുള്ള വോട്ടാണ് അവിടെ കിട്ടിയത്. പിന്നെ സ്വാഭാവികമായി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിലുള്ള നിഷ്പക്ഷ വോട്ടുകളിൽ കുറച്ച് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടാകാം. അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ യു ഡി എഫിനെയും, വിജയിച്ച യു ഡി എഫിനെയും പരാജയപ്പെട്ട എൽ ഡി എഫിനെയും അവിടെ നോക്കൂ. അവർ 1 മുതൽ 10 വരെയുള്ള ബൂത്തുകളിൽ സ്ഥായിയായ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ മതേതര വോട്ടുകളുടെ കരുത്ത്. അവർക്ക് എല്ലായിടത്തും വോട്ടുണ്ട്. ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ചല്ല വോട്ടുണ്ടാകുന്നത്. അവിടെ നിന്ന് എൻ ബ്ലോക്കായി വോട്ട് വരികയല്ല ചെയ്യുന്നത്. ന്യൂനപക്ഷ മേഖലയിലായാലും ഭൂരിപക്ഷ മേഖലയിലായാലും കൂട്ടിച്ചേർക്കപ്പെട്ട മേഖലയിലായാലും പഴയ മേഖലയിലായാലും ഒരുപോലെ വോട്ട് പിടിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ. ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സുധീർ ഖാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹോം ഗ്രൗണ്ടിൽ കൃത്യമായി ആളുകളിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഈ പറയുന്ന ഒരു വിജയം. 83 വോട്ടിൻ്റേതാണെങ്കിൽ പോലും ഒരു മഹത്തായ വിജയം നേടാൻ അവിടെ യു ഡി എഫിന് സാധിച്ചത്. ബി ജെ പി 2400 എന്ന സംഖ്യയിലേക്ക് എത്തിയത് എൽ ഡി എഫ് കാണിച്ച ഒരു മഹാമണ്ഡത്തരം, വാർഡ് വിഭജനം എന്ന് പറയുന്ന മഹാമണ്ഡത്തരം. വെങ്ങാനൂർ വാർഡിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളെ വിഴിഞ്ഞത്തേക്ക് ഇട്ടു. അപ്പോൾ വെങ്ങാനൂർ ജയിക്കാമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടി. വെങ്ങാനൂർ യു ഡി എഫ് ജയിച്ചു. വിഴിഞ്ഞവും പോയി വെങ്ങാനൂരും പോയി എന്നുള്ള അവസ്ഥ. വെങ്ങാനൂരിൽ ബി ജെ പി അവരുടെ 2ാം സ്ഥാനം നിലനിർത്തി. വിഴിഞ്ഞത്ത് ബി ജെ പി ഈ വെങ്ങാനൂർ മേഖലയിൽ നിന്നുള്ള വോട്ട് കൊണ്ട് പുറമേ കാണുന്നവർക്ക് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു മേഖലയിൽ, തീരദേശ മേഖലയിൽ ബി ജെ പിയുടെ വൻ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ബൂത്ത് തലത്തിലെ മൈന്യൂട്ടായിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ട് ബി ജെ പിക്ക് ഇതിനകത്ത് വലുതായി ആഹ്ലാദിക്കാനൊന്നും ഒന്നുമില്ല. കാരണം ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകളാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. വിഴിഞ്ഞത്ത് ആ 4 ബൂത്തുകളിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട്. അവിടങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്തു. മറ്റ് 4 ബൂത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വാധീനമുണ്ട്. അവിടെ യു ഡി എഫ് ലീഡ് ചെയ്തു. അവിടെയൊക്കെ ബി ജെ പി അതിദയനീയം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം 5 ബൂത്തുകളിൽ നിന്ന് ബി ജെ പിക്ക് ആകെ കിട്ടിയത് 191 വോട്ടാണ്. അവിടെയുള്ള പഴയ വിഴിഞ്ഞത്തിലെ 6ാമത്തെ ബൂത്തിൽ നിന്ന് കിട്ടിയ 311 കൂടി ചേർത്താണ് ഈ 502 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് തന്നെ എത്തുന്നത്. പഴയ വിഴിഞ്ഞം വാർഡിൽ വെറും 502 വോട്ട്. പുതിയ വിഴിഞ്ഞം വാർഡിൽ പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു 1900 വോട്ട് മറ്റ് 4 ബൂത്തുകളിൽ നിന്ന് നേടാൻ സാധിച്ചു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പുറമേ ആളുകൾക്കിടയിൽ ഞങ്ങളിതാ കുതിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ കാരണമായി മാറി. അതിൻ്റെ ഉത്തരവാദികൾ ആത്യന്തികമായി LDF മാത്രമാണ്.